വിടർന്ന കണ്ണുകളും കോണാകൃതിയിലുള്ള ചെവികളും പ്രത്യേക ചിരിയുമൊക്കെയുമായി ബാഗിന്റെ അറ്റത്ത് തൂങ്ങിക്കിടക്കുന്ന ബിരുദന്മാരുണ്ട്. ഫാഷൻ ലോകത്ത് ലബുബു എന്നാണ് ഇവർക്ക് പേര്. സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോഴോ ചില കടകളിൽ വിൽക്കാൻ വെച്ചിരിക്കുമ്പോഴോ എവിടെയെങ്കിലും നിങ്ങൾ ഇവരെ കണ്ടിട്ടുണ്ടാകും. ഫാഷൻ ആക്സസറീസിന്റെ ലോകത്തേക്ക് ഈ ഇത്തിരി കുഞ്ഞൻ കാലെടുത്തു വെച്ചത് എങ്ങനെയെന്ന് നോക്കാം. ദക്ഷിണ കൊറിയൻ പെൺകുട്ടികളുടെ മ്യൂസിക് ബാൻഡ് ഗ്രൂപ്പായ ബ്ലാക്ക് പിങ്കിലെ ലിസയാണ് ഈ ട്രെൻഡിന് തുടക്കം കുറിച്ചത്. ബാർബിയും ഹോട്ട് വീൽസും ഒക്കെ പോലെ ആളുകളുടെ ആകർഷിക്കുന്ന ലബുബു വിവിധ നിറങ്ങളിലും ആകൃതിയിലും ലഭ്യമാണ്. തുണിയും പഞ്ഞിയും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ പാവകൾക്ക് അടിസ്ഥാനപരമായ ഒരു ജീവിയുടെ ഘടനയാണുള്ളത്. 2016 ഹോങ്കോങ്ങിൽ നിന്നുള്ള കലാകാരനായ കാസിങ് ലെങ് നോർഡിക്ക് പുരാണങ്ങളിലെയും നാടോടി കഥകളിലെയും ജീവികളെ മനസ്സിൽ കണ്ടാണ് ലബുബുവിനെ നിർമ്മിച്ചത്. 2019 ചൈന ആസ്ഥാനമായുള്ള കളിപ്പാട്ട നിർമ്മാണ കമ്പനിയായ പോപ്പ് മാർട്ടിന് ലബുബുവിന്റെ വിപണാനുമതി ലഭിക്കുന്നത്. വിപണിയിലെത്തി ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ ട്രെൻഡിംഗ് ലിസ്റ്റിലും കയറിപ്പറ്റിയിരുന്നു. ലബുബു വെറും ഒരു കളിപ്പാട്ടത്തിൽ നിന്ന് ഫാഷൻ ഐക്കണായി മാറിയിരിക്കുകയാണ്. എത്രയൊക്കെ ആണെങ്കിലും എല്ലാവരും ലബുബു ഫാൻസ് ആണെന്ന് കരുതരുത്. അവനോട് താല്പര്യമില്ലാത്ത ചില ആളുകളുമുണ്ട്. പല കാര്യങ്ങളിലും പാശ്ചാത്യരെ പിന്തുടരുന്നവരാണ് നമ്മൾ. ലബുബുവിന്റെ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഒരു ഫാഷൻ ആക്സസറി എന്ന നിലയിൽ ഇന്ത്യക്കാരും ലബുബുവിനെ അംഗീകരിച്ചു കഴിഞ്ഞു.